അപ്പോൾ ഇവിടെ എഫ് പി എഫ് എൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര എണ്ണത്തിന് തെറ്റായ രീതിയിൽ പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അല്ലേ. അപ്പൊ ഈ ഒരു ടി പി ടി എൻ എഫ് പി എഫ് എന്നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ആക്യുറസി പ്രിസിഷൻ റീകോള് ഇങ്ങനെയുള്ള മെഷേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആക്യുറസി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടി പി പ്ലസ് ടി എൻ ഡിവൈഡഡ് ബൈ ടി പി പ്ലസ് ടി എൻ പ്ലസ് എഫ് പി പ്ലസ് എഫ് എൻ. ഈ ടി പി പ്ലസ് ടി എൻ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഫുൾ സം, അതാണ് ആക്യുറസി എന്ന് പറയുന്നത്. അതായത് കറക്റ്റ് ആയിട്ടുള്ള പ്രിഡിക്ഷന്റെ സം ഡിവൈഡഡ് ബൈ മൊത്തം. ഇതാണ് നമ്മുടെ ആക്യുറസി എന്ന് പറയുന്നത്. പ്രിസിഷൻ എന്ന് പറയുന്നത് ഓൾ പോസിറ്റീവ് പ്രഡിക്ഷനിൽ നിന്നും എത്ര എണ്ണം പോസിറ്റീവ് എന്ന് തന്നെ പ്രഡിക്റ്റ് ചെയ്തു. ട്രൂ പോസിറ്റീവ്, അതായത് നമ്മുടെ ടി പി എന്ന് പറയുന്നത് എന്താണ്? ടി പി എന്ന് പറയുന്നത് കറക്റ്റ് പോസിറ്റീവായ വാല്യൂസിന് എത്ര തന്നെ പോസിറ്റീവ് എന്ന് തന്നെ പ്രിഡിക്റ്റ് ചെയ്തു, അത് ഡിവൈഡഡ് ബൈ ടി പി പ്ലസ് എത്ര നെഗറ്റീവ്സിനെ പോസിറ്റീവ് എന്ന് പ്രിഡിക്റ്റ് ചെയ്തു. അപ്പൊ മൊത്തം പോസിറ്റീവുകൾ, അതായത് നെഗറ്റീവായ വാല്യൂസും പോസിറ്റീവ് എന്ന് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസിനെ പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്ത കേസ് ആണല്ലോ എഫ് പി എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ആണ് ശരിക്കും, എങ്കിലും പ്രിഡിക്റ്റ് ചെയ്തത് പോസിറ്റീവ് എന്ന് തന്നെയാണ്. അപ്പൊ മൊത്തം പോസിറ്റീവ്സിനെ, അതായത് പോസിറ്റീവ് ആയ കേസിനെ പോസിറ്റീവ് എന്ന് പ്രിഡിക്റ്റ് ചെയ്ത കേസും നെഗറ്റീവിനെ പോസിറ്റീവ് എന്ന് പ്രിഡിക്റ്റ് ചെയ്ത കേസും, അങ്ങനെയുള്ള മൊത്തം പോസിറ്റീവ്സിൽ നിന്നും എത്ര എണ്ണം കറക്റ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞു. അതാണ് പ്രിസിഷൻ. ഇനി റീകോൾ എന്ന് പറയുന്നത് ടി പി ഡിവൈഡഡ് ബൈ ടി പി പ്ലസ് എഫ് എൻ. ടി പി പ്ലസ് എഫ് എൻ, അതായത് ശരിക്കും പോസിറ്റീവായ വാല്യൂസ് എത്ര എണ്ണം പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തു എന്ന വാല്യൂസും നെഗറ്റീവായ വാല്യൂസിനെ പോസിറ്റീവായതിനെ നെഗറ്റീവ് ആണ് എന്ന് പ്രിഡിക്റ്റ് ചെയ്ത കേസസ് എടുത്തിട്ട് അതിൽ എത്ര എണ്ണം പോസിറ്റീവായിട്ട് പ്രിഡിക്റ്റ് ചെയ്തു പോസിറ്റീവിനെ, അതാണ് റീകോൾ എന്ന് പറയുന്നത്. അതായത് ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് എത്ര എണ്ണത്തിനെയാണ് മെഷീൻ പോസിറ്റീവ് എന്ന് തന്നെ പറഞ്ഞത്, അത് ഡിവൈഡഡ് ബൈ എന്താ ടി പി പ്ലസ് എഫ് എൻ ആണ് ചെയ്തിരിക്കുന്നത്. അതായത് പോസിറ്റീവ് ആയതിനെ നെഗറ്റീവ് എന്ന് പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റായി നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോസിറ്റീവ്സിനെ ശരിക്കും പോസിറ്റീവ് എന്ന് പറഞ്ഞതും പോസിറ്റീവിനെ നെഗറ്റീവ് എന്ന് പറഞ്ഞ കേസസും എടുത്തിട്ട് അതിലെത്ര പോസിറ്റീവ് എന്ന് പറഞ്ഞു. ആ വാല്യൂ ആണ് റീകോൾ എന്ന് പറയുന്നത്. Proportion of true positive predictions among all actual positive samples. ഓക്കെ, അപ്പൊ ഫോൾസ് നെഗറ്റീവ് എന്ന് വെച്ചാൽ അവിടെ തെറ്റായിട്ടാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ശരിക്കും അത് പോസിറ്റീവ് ആവേണ്ടതാണ് അല്ലേ. അപ്പം ശരിക്കും പോസിറ്റീവ് ആവേണ്ടതും ആയിട്ടുള്ള റിസൾട്ടിൽ നിന്നും എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് പോസിറ്റീവ് എന്ന് തന്നെ പറഞ്ഞു. അതാണ് റീകോൾ. പ്രിസിഷൻ എന്തായിരുന്നു? ശരിക്കും പോസിറ്റീവിനെ പോസിറ്റീവ് എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ശരിക്കും നെഗറ്റീവ് ആയതിനെ പോസിറ്റീവ് എന്ന് പറഞ്ഞതും വെച്ചിട്ട് അതിൽ നിന്ന് പോസിറ്റീവ് ആയതിനെ എടുക്കുന്നതാണ് പ്രിസിഷൻ. അപ്പോൾ F1 സ്കോർ എന്താണ്? ഈ പ്രിസിഷന്റെയും റീകോളിന്റെയും ഒരു ഹാർമോണിക് മീൻ ആണ് F1 സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു മോഡൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ചെക്ക് ചെയ്യും, അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. ആ സമയത്ത് നമുക്ക് പ്രിസിഷന്റെയും റീകോളിന്റെയും ഒരു ആവറേജ് മീൻ നോക്കുകയാണെങ്കിൽ, അതായത് പ്രിസിഷനും റീകോളും ബാലൻസ്ഡ് ആണെങ്കിൽ അതൊരു നല്ല മോഡലാണെന്ന് പറയാം. F1 സ്കോർ നോക്കിയിട്ട് നമുക്കത് പറയാൻ കഴിയും. F1 സ്കോർ എന്ന് പറയുന്നത്
പ്രിസിഷന്റെ റീകോൾ